വീട്ടിലിരിക്കാൻ വയ്യ, ചെവി പൊട്ടുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിലുള്ള ലൗഡ് സ്പീക്കർ കൊണ്ടുള്ള സൗണ്ട്. ഇത് പറഞ്ഞത് ആരാന്നല്ലേ? നമ്മുടെ നടിയും BJP നേതാവായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ മകളായിട്ടുള്ള അഹാന കൃഷ്ണയെ പറഞ്ഞത്. ഇത് കേട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു. വയ്യ എനിക്ക് ഈ പാട്ടുകാരെ കൊണ്ട്. അപ്പോൾ സെയിം പാട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നിട്ട് മനസ്സിലാവും. ഒരു എന്താ പറയാ, BJP നേതാവായിട്ടുള്ള നമ്മുടെ അറിയാലല്ലേ കൃഷ്ണകുമാർ ഏട്ടനെ, പണ്ട് ഈ നിലത്തെ മണ്ണിൽ കുഴി മറ്റേ കഞ്ഞി കൊടുത്ത ആ തറവാട്ടുകാരില്ലേ, അത് തന്നെ ആ തറവാട്ടനാ പറഞ്ഞത്. ആ തറവാട്ടന്റെ മോളാ പറഞ്ഞത്. അപ്പം അതും ഒരു BJP നേതാവിന്റെ മകള് അമ്പലത്തിൽ നടക്കുന്ന ഉത്സവത്തിൽ ലൗഡ് സ്പീക്കറിന്റെ സൗണ്ടിനെ പറ്റിയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു മൂവ്മെന്റ് അല്ലേ അല്ലേ? എന്തുകൊണ്ട് ഈ കൊച്ചിങ്ങനെ പറഞ്ഞു എന്നുള്ള എല്ലാവരും ചോദിച്ചത്. സ്വന്തം അച്ഛൻ ഇങ്ങനെ BJPക്ക് വേണ്ടി ഒരു സംഖ്യ നടക്കുന്ന സമയത്ത് മോൾ ഇമാതിരി പ്രസ്താവനകൾ പറയാൻ പറ്റുമോ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ഇത് കണ്ട് സന്തോഷിച്ച കുറെ ആൾക്കാരുണ്ട്. ഇതിനെ കണ്ട് അമർഷം കൊണ്ടിട്ട് എന്താ പറയുക തുള്ളിച്ചാടുന്ന കുറെ സംഘീയ ഭക്തന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യത്തിൽ അഹാനി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ വേണ്ടേ? അഹാനി പറഞ്ഞ കാര്യത്തോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. അഹാനി പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പല ആൾക്കാരും വന്ന് പറഞ്ഞു ഈ അമ്പലത്തിലും പള്ളികളിലും ചർച്ചിലും, മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ ചർച്ചുകളിലും അമ്പലത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് നോയിസ് പൊല്യൂഷൻസ് ഉണ്ട്, അതുകൊണ്ട് നാട്ടുകാർക്ക് ജീവിക്കണ്ടേ ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മതേതരത്വം എന്താ പറയുക, ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന നാടാണ് നമ്മുടെ നാട് അല്ലേ? പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളം എന്ന് പറഞ്ഞാൽ മതേതരവും ഒരുപാട് അങ്ങോട്ട് തുള്ളിത്തുളുമ്പി നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ അമ്പലങ്ങളിൽ ഉത്സവം ഉണ്ടാവും. ഉത്സവത്തിൽ എന്താ കാവിലെ പാട്ട് മത്സരമല്ലേ? പാട്ട് മത്സരത്തിൽ പാട്ടൊക്കെ പാടും. 1, 2, 3 ദിവസമൊക്കെ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പള്ളിയിൽ പള്ളിപ്പെരുന്നാൾ ഉണ്ടാവും. 2-3 ദിവസം ഇതുപോലത്തെ പല ശബ്ദ മലിനീകരണങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മുടെ മുസ്ലിം പള്ളികളിൽ നേർച്ചകളും ഉറൂസും ഒക്കെ ആയിട്ട് പല പല കാര്യങ്ങൾ നടക്കും. ഈ പറഞ്ഞ 2-3 ദിവസങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സഹിച്ച് ജീവിക്കാം. അതേ പറ്റുള്ളൂ. അങ്ങനെ ജീവിക്കണം. നമ്മുടെ നാട് അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് നമ്മൾ ഈ ശബ്ദ മലിനീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് ഫോർവേഡ് തിങ്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇലക്ഷനും കാര്യങ്ങളും വരുമ്പം ശബ്ദമലിനീകരണം വേണ്ടിയിട്ടും വേണ്ടാതെയുണ്ട്. ഈ വണ്ടികളിലെ ഹോൺ വെച്ചിട്ടും അതും ഇതും ആക്കിയിട്ട് എല്ലാവിധ ശബ്ദമലിനീകരണം നമ്മുടെ നാട്ടിൽ നടത്തും. ഇതൊക്കെ ഉള്ള നാടാണ് നമ്മുടെ. അതുകൊണ്ട് ഈ അമ്പലങ്ങളിലും പള്ളികളിലും അല്ലെങ്കിൽ ചർച്ചുകളിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം ഒരു എന്താ പറയുക ആദർശവാദികളും അതല്ലെങ്കിൽ ഫോർവേഡ് തിങ്കിങ് കൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഇതിന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. സഹിച്ചേക്ക് 2-3 ദിവസമാണ്. നമ്മളൊക്കെ നമ്മളൊക്കെ ചെറുപ്പം മുതൽ ജീവിച്ച് ഈ ഒരു പ്രായം വരെ എത്തിയല്ലോ. ഇപ്പം എൻ്റെയൊക്കെ ഈ പ്രായം വരെ എത്തി. എൻ്റെ മുന്നോട്ടുള്ള ആൾക്കാർ അങ്ങ് പ്രായത്തെ അങ്ങ് മൂത്തിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇതൊക്കെ കേട്ടിട്ട് തന്നെ ജീവിച്ചത്.